Hey there, welcome back once again. So in this lecture we are learning about multimedia in HTML. Okay. സോ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് മൾട്ടിമീഡിയാസ് അതായത് വീഡിയോസും ഓഡിയോസും HTML ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് കൊണ്ടുവരിക എന്നാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. സോ ഈ ഒരു ലെക്ചറിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് വീഡിയോസിനെ എങ്ങനെയാണ് നമ്മൾ ഇതൊരു HTML ഡോക്യുമെൻറ്റിൻ്റെ അകത്തേക്ക് കൊണ്ടുവരുന്നതെന്നാണ്. ഓക്കെ. സോ ആക്ച്വലി എൻ്റെ കയ്യിൽ ഇവിടെ ഒരു MP4 ഫയലുണ്ട്, അതുപോലെ തന്നെ ഒരു വേവ് ഫയലുണ്ട്. വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ ആണ്. നമ്മൾ MP3 പോലെ തന്നെ കുറച്ചും കൂടെ ഹൈ ക്വാളിറ്റി അൺകംപ്രസ്ഡ് ഓഡിയോ ആണ് വേവ് എന്ന് പറയുന്നത്. ഓക്കെ. വേവിലുള്ള ഓഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും തന്നെ കംപ്രസ് ചെയ്തിട്ടുണ്ടാവില്ല, ചെറിയ രീതിയിലുള്ള കംപ്രഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ കംപ്രസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതിന് നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ. മാത്രമല്ല ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു 10 സെക്കൻഡ് പോലും ഇല്ലാത്തൊരു ഓഡിയോ ആണ്. ഏകദേശം 2 MB സൈസ് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു 4 MB ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 6-7 മിനിറ്റുള്ള വീഡിയോസ് MP3 നമുക്ക് ഓഡിയോസ് നമുക്ക് MP3 വരും. പക്ഷേ വേവ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സൈസ് എടുക്കും, ഒത്തിരി വലിയ ഓഡിയോ ആയിരിക്കും. ഒരു 10 മിനിറ്റ് ഓഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഹൈ ക്വാളിറ്റി മൈക്രോഫോണിലൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു 200-300 MB അത്രയും സ്പേസ് ഇതെടുക്കും. വേവ് എന്ന് പറഞ്ഞാൽ അത്രയും ഒട്ടും തന്നെ കംപ്രസ് ചെയ്യാത്ത ഓഡിയോസാണ് വേവ് എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മൾ വെബ്സൈറ്റിലൊക്കെ കൊടുക്കുമ്പോൾ വേവ് ഫയൽ ഒട്ടും തന്നെ റെക്കമെൻഡഡ് അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സൈസ് എടുക്കും. ബാൻഡ് വിത്ത് കുറവുള്ള സ്ഥലത്താണെങ്കിൽ, അതായത് നെറ്റ്വർക്ക് സ്പീഡ് കുറച്ച് ഇഷ്യൂ ഉള്ള സ്ഥലമോ ഇല്ലെങ്കിൽ കുറവുള്ള സമയത്താണെങ്കിൽ ഒന്നും കിട്ടത്തില്ല. ഓക്കെ. അതുകൊണ്ട് അത് മാത്രമല്ല ബാൻഡ് വിത്ത് വെബ് പേജ് ലോഡ് ചെയ്യാനുള്ള സമയം അധികം എടുക്കും വേവ്സ് ഒക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും വെബ് പേജിൽ നമ്മൾ ഓഡിയോസ് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ കൊടുക്കുന്നത് MP3 ഫോർമാറ്റിലായിരിക്കും. ഇപ്പോൾ നമ്മൾ സ്പോട്ടിഫൈ അതല്ലെങ്കിൽ യൂട്യൂബ് ഇതിലുള്ള എല്ലാം, യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അവരുടെ തന്നെ ഫോർമാറ്റ് ഉണ്ട്. സ്പോട്ടിഫൈക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം മോസ്റ്റ്ലി എല്ലാം MP3 ഫോർമാറ്റിലാണ് ഒട്ടുമിക്ക എല്ലാ വീഡിയോസും വരുന്നത്. ഓക്കെ. സോ അതുപോലെ തന്നെ വീഡിയോസ് എന്ന് പറഞ്ഞത് MP3 തന്നെയായിരിക്കും ഒട്ടുമിക്ക എല്ലാ വീഡിയോസും. യൂട്യൂബിൽ നമ്മൾ നോക്കണ്ട, യൂട്യൂബിൽ അവരുടെ തന്നെ സ്പെസിഫിക് ഫോർമാറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ. സോ യൂഷ്വലി നമ്മൾ ഫോർമാറ്റ്സ് ഒക്കെ ചൂസ് ചെയ്യുമ്പോൾ MP3 MP4 കാര്യങ്ങളൊക്കെയാണ് ചൂസ് ചെയ്യാറെങ്കിലും വേവ് ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യും. ഓക്കെ. ഞാൻ അത് കൺവേർട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ വേവ് ഫോർമാറ്റ് തന്നെ വെക്കുവാണ്. ഓക്കെ. ഇതാണ് എൻ്റെ index.html5 എന്ന് പറയുന്നത്. ഈ ഒരു ഫയൽ ഈ ഓഡിയോ വീഡിയോ ഫയൽ കിടക്കുന്ന എല്ലാം സെയിം ഡയറക്ടറി തന്നെയാണ്. ഡിഫറെൻറ്റ് ഡയറക്ടറീസിൽ നിന്ന് ഫയൽസ് ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഈ ഒരു ക്ലാസ് കഴിയുമ്പം അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ കഴിയുമ്പോൾ ഞാൻ ടീച്ച് ചെയ്യും. ഓക്കെ. സോ നമുക്ക് നേരെ നമ്മുടെ HTML കോഡിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഞാൻ ജസ്റ്റ് ഒരു empty പേജ് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ പോകുന്നത് വീഡിയോ ആണ്. ഓക്കെ. സോ ആദ്യം നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ടാഗ് തന്നെയാണ്. വീഡിയോ ടാഗ്. ഓക്കെ. വീഡിയോ ടാഗിൻ്റെ അകത്താണ് നമ്മൾ ഇതിൻ്റെ സോഴ്സ് വെക്കുന്നത്. ഓക്കെ. സോ സോഴ്സ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ. സോഴ്സ് ടാഗാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോഴ്സ് ടാഗ് ഇതുപോലെ തന്നെ ക്ലോസ് ചെയ്യേണ്ടാത്തൊരു ടാഗാണ്. അതായത് ഇങ്ങനെ ക്ലോസ് ടാഗ് എന്ന് പറഞ്ഞൊരു ടാഗില്ല. ക്ലോസ് ചെയ്യാനായിട്ട് സോഴ്സ് എന്ന് പറഞ്ഞൊരു ടാഗില്ല. നമ്മൾ സോഴ്സ് ടാഗ് ജസ്റ്റ് ഓപ്പൺ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ BR HR IMG ടാഗൊന്നും ക്ലോസ് ചെയ്യേണ്ടാത്ത ടാഗാണ്. ഓക്കെ. അതുപോലെ തന്നെയുള്ളൊരു ടാഗാണ് സോഴ്സ് ടാഗും. ഇതിൻ്റെ അകത്ത് നമ്മൾ സോഴ്സ് കൊടുക്കുക. SRC എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ഉള്ള അല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ SRC എന്ന് പറഞ്ഞ ഒരു ആട്രിബ്യൂട്ടാണ് യൂസ് ചെയ്യാറ്. ഓക്കെ. ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ആണെങ്കിൽ നമ്മൾ HREF എന്ന് യൂസ് ചെയ്യും. അല്ലാത്ത നമ്മുടെ ലോക്കൽ ഫയലും അതോടൊപ്പം തന്നെ ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ആയിട്ടുള്ള അല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ SRC ആണ് യൂസ് ചെയ്യാറ്, സോഴ്സ്. ഓക്കെ. ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ലോക്കൽ ആണെങ്കിൽ നമുക്ക് SRC യൂസ് ചെയ്യാം. അല്ലാത്ത കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് HREF ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ. സോ സാധാരണ ഓഡിയോ വീഡിയോ എല്ലാ കാര്യങ്ങളും നമുക്ക് SRC തന്നെയാണ്, സോഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. സോ നമ്മൾ എന്താണോ അതിൻ്റെ ഫയൽ നെയിം കൊടുത്തിട്ടുള്ള ആ നെയിം ചൂസ് ചെയ്യാൻ ജസ്റ്റ് ഒരു ഡോട്ടിട്ട് സ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ഫയൽ നെയിമും അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏത് ഫയൽ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. സോ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ജസ്റ്റ് ഒരു പ്ലെയറിൻ്റെ ഐക്കൺ പോലെ ഇവിടെ കാണിക്കുന്നുണ്ട്, വീഡിയോ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഓഡിയോയ്ക്കും ഒരു ഐക്കൺ അവർ ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. സോ നമ്മൾ ആദ്യം MP4 ഫയലാണ് ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ നമ്മൾ ഇതിൻ്റെ ടൈപ്പും കൂടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഇത്രയും കൊടുത്താൽ തന്നെ നമുക്ക് റിസൾട്ട് വരുന്നതായിരിക്കും. എങ്കിലും ഇതിൻ്റെ ടൈപ്പും കൂടെ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ചില ബ്രൗസറിൽ പ്രോപ്പറായിട്ട് വരും എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ ആക്ച്വലി എടുത്തു വെച്ച വീഡിയോ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ കൺട്രോൾസ് ഒന്നും ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല. നമുക്ക് കൺട്രോൾസ് വേണമെങ്കിൽ അതിന് പ്രത്യേകം കൊടുക്കണം. ഇപ്പം ജസ്റ്റ് വീഡിയോ മാത്രം ഇതിൻ്റെ അകത്ത് ലോഡ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് എന്ത് ടൈപ്പ് ഓഫ് വീഡിയോ ആണെന്ന് നമ്മൾ അതും കൂടെ കൊടുക്കണം. വീഡിയോ ആണോ അതോ ഓഡിയോ ആണോ എന്ന് നമ്മൾ ടൈപ്പ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് കൊടുക്കണം. ഓക്കെ. സോ ടൈപ്പ് കൊടുക്കാം. ടൈപ്പ് എന്ന് കൊടുത്താൽ നമ്മൾ വീഡിയോ ആണ് കൊടുക്കുന്നതെങ്കിൽ വീഡിയോ എന്ന് ടൈപ്പ് ചെയ്യണം.
വീഡിയോ ടൈപ്പ് ചെയ്യുക. എന്നിട്ടൊരു സ്ലാഷ് ഇട്ടതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഏത് ഫോർമാറ്റിലാണെന്നും കൂടെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഫോർമാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MP3 MP4 പോലത്തെ ഫോർമാറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പം ഈ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ MP4 ഫോർമാറ്റിലാണുള്ളത്. ഓക്കെ, സോ നമ്മൾ MP4 എന്നാണ് ടൈപ്പിൽ വീഡിയോ ഇട്ടതിന് ശേഷം സ്ലാഷ് ഇട്ടിട്ട് MP4. ഇപ്പം നിങ്ങൾ MKV ഫോർമാറ്റ് ആണെങ്കിൽ MKV എന്നാണ് കൊടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് MP4 ഫോർമാറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ MP4 ഫോർമാറ്റ്. ഇനി M എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റ അതുപോലെ ഇല്ല, നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് വിഷ്വൽ ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടില്ല. MP4 മാത്രമേ കൊടുത്തിട്ടുള്ളൂ, MKV ഫോർമാറ്റ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ആക്ച്വലി ചില എഡിറ്റേഴ്സിൽ അത്രയും കാര്യങ്ങളോട് കൊടുക്കുന്നതായിരിക്കും. MP4 ആണോ MKV ഫോർമാറ്റ് ആണോ അങ്ങനെ ഏത് ഫോർമാറ്റിലാണോ കൊടുത്തിരിക്കുന്നത് അതും കൂടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ഇൻ കേസ് ചില ബ്രൗസറുകളിൽ വീഡിയോസ് സപ്പോർട്ട് ചെയ്യത്തില്ല. അത്തരം ബ്രൗസറുകളിൽ നമ്മൾ കൊടുക്കാനായിട്ടൊരു എറർ മെസ്സേജും കൂടെ കൊടുക്കണം. ആ ഒരു എറർ മെസ്സേജ് നമുക്ക് ഇവിടെ ജസ്റ്റ് ഈ വീഡിയോ ടാഗിൻ്റെ അകത്ത് തന്നെ പ്രത്യേകിച്ച് ടാഗൊന്നും ഇല്ലാതെ നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓക്കെ, സോറി വീഡിയോ നോട്ട് സപ്പോർട്ടഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജാണ്, എറർ മെസ്സേജാണ്. അതായത് ചില ബ്രൗസറിൽ വീഡിയോ സപ്പോർട്ട് ചെയ്യത്തില്ലെങ്കിൽ വീഡിയോ നോട്ട് സപ്പോർട്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എറർ മെസ്സേജാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ നമുക്ക് ഈ വീഡിയോ ടാഗിന് ഹൈറ്റും വിട്ടും, നമ്മൾ നേരത്തെ ഇമേജസിന് ഹൈറ്റും വിട്ടും കൊടുത്തിട്ടുള്ളത് പോലെ തന്നെ വീഡിയോസിനും ഹൈറ്റും വിട്ടും കൊടുക്കാൻ സാധിക്കും. ഓക്കെ, സോ അതിന് എന്ത് ആട്രിബ്യൂട്ടാണ് ആൾറെഡി യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്നതാണ്. ഏത് ആട്രിബ്യൂട്ടാണ് നമ്മൾ വിട്ട് കൊടുക്കണമെങ്കിൽ വിട്ട് ആട്രിബ്യൂട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഞാനിവിടെ ഇപ്പം 320px കൊടുക്കുവാണ് വിഡ്ത്തിൽ. ഓക്കെ, അപ്പം അതിൻ്റെ വിട്ട് ചേഞ്ച് ആയിട്ട് 320px ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് സൂം ചെയ്യാം. ഓക്കെ, എങ്കിലും വിട്ട് ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വീഡിയോയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്നുള്ള പോപ്പപ്പ് പ്ലെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒട്ടുമിക്ക മോഡേൺ ബ്രൗസറിലെല്ലാം ഉള്ള കാര്യമാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ. ഈ കോഴ്സിൻ്റെ അകത്തുള്ള വീഡിയോ തന്നെയാണ്, ജസ്റ്റ് ഇതിൻ്റെ അകത്തൊന്ന് ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഇത് പ്ലേ പോസൊക്കെ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൺട്രോൾസ് എങ്ങനെ കൊടുക്കുന്നതെന്ന് ഞാൻ കുറച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇപ്പം അതുപോലെ തന്നെ നമ്മൾ ഹൈറ്റ് കൊടുക്കണമെങ്കിൽ ഏത് ആട്രിബ്യൂട്ടാണ്? ഹൈറ്റ് ആട്രിബ്യൂട്ടാണ് യൂസ് ചെയ്യേണ്ടത്. 214px ആണ് കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഏതാണ് കൊടുക്കേണ്ടതെന്ന് പ്രത്യേകിച്ച് ഓക്കെ ഇതുപോലെ ഹൈറ്റ് നമുക്ക് കൊടുക്കാമെന്ന്. ഇപ്പോൾ 214px ഹൈറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരിടത്തും ക്ലിക്ക് ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആകാൻ തുടങ്ങും. ഓക്കെ, അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഓട്ടോ പ്ലേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഓട്ടോ പ്ലേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതും ഓപ്പൺ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോ നമ്മൾ വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആവാൻ തുടങ്ങും. ഓക്കെ, ഫയർഫോക്സിൽ ഓട്ടോ പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ എപ്പോഴും പ്ലേ ആവാതെ, ഈ കേഴ്സർ ആക്ച്വലി മൂവ് ചെയ്യേണ്ടതാണ്, പ്ലേ ആവാതെ ഇങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, ഓക്കെ, ഞാനിവിടെ കൺട്രോൾസ് എന്ന് പറഞ്ഞ പുതിയൊരു ആട്രിബ്യൂട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. കൺട്രോൾസ് ആട്രിബ്യൂട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കൺട്രോൾസ് വന്നിട്ടുള്ളതായിട്ട് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ പ്ലേ ആകും. ഇപ്പോൾ വീഡിയോ പ്ലേ ആകുന്ന നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഫുൾ സ്ക്രീന്, സൗണ്ട്, കാര്യങ്ങളെല്ലാം കൺട്രോൾസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് കൺട്രോൾസ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഇത് വരത്തുള്ളൂ. വീഡിയോ ആണെങ്കിലും ഓഡിയോ ആണെങ്കിലും കൺട്രോൾസ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് നമ്മൾ കൊടുക്കണം. ഓക്കെ, ഓട്ടോ പ്ലേ എന്ന് പറഞ്ഞ ഈ സംഭവം നമ്മുടെ ഫയർഫോക്സിൽ സപ്പോർട്ട് ആവത്തില്ല. മറ്റ് ചില ബ്രൗസറിൽ ക്രോമിൽ അതുപോലെ എഡ്ജിലും സപ്പോർട്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാധാരണ നമ്മൾ വീഡിയോസൊക്കെ എന്ന് പറഞ്ഞാൽ സ്ട്രീമിംഗ് ആണ് ചെയ്യാറ്. ഇതുപോലെ വീഡിയോസ് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ സെക്യൂർ ആയിരിക്കില്ല. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ വീഡിയോ ഡൗൺലോഡ് ഹെൽപ്പറോ ഇങ്ങനത്തെ എന്തെങ്കിലും എക്സ്റ്റൻഷനൊക്കെ വെച്ച് നമ്മൾ എന്ത് വെബ്സൈറ്റ് ചെയ്യുകയാണെങ്കിലും ഈ വീഡിയോ ഇതുണ്ടോ ഇവിടെ ആക്ച്വലി വീഡിയോയുടെ ലിങ്ക് വന്നിട്ടുണ്ട്. ഈ ഒരു എക്സ്റ്റൻഷൻ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് സേവ് ചെയ്യാനും പറ്റും ഇത്തരം വീഡിയോസൊക്കെ. ഓക്കെ, അങ്ങനത്തെ കുറച്ച് ഡ്രോബാക്സ് ഉള്ളതുകൊണ്ട് സെക്യൂർ ഇങ്ങനത്തെ കാര്യങ്ങൾ സേവ് ചെയ്യുന്നതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ. ഇപ്പം നമ്മൾ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകം ഡൗൺലോഡ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ഓക്കെ, സോ അത്തരം കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് MP3 MP4 ഫയൽസ് യൂസ് ചെയ്യാറില്ല. മോസ്റ്റ്ലി സ്ട്രീമിംഗ് ആണ് യൂസ് ചെയ്യാറ്. അപ്പം സേവ് ചെയ്യാൻ HLS സ്ട്രീമിംഗ് എന്നൊക്കെ പറഞ്ഞ് യൂസ് ചെയ്യുകയാണെങ്കിൽ സേവ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. പ്രത്യേകം എക്സ്റ്റൻഷൻസ് ഒക്കെ യൂസ് ചെയ്യണം. ഓക്കെ, സോ എനിവേ അത് മാത്രമല്ല ഈ ഡയറക്റ്റായിട്ട് MP3 ഫയൽസ് നമുക്ക് ഒരിക്കലും വീഡിയോയിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഡാറ്റ നെറ്റ്വർക്കിലൂടെ ഇത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ
ഇത് ബഫർ ആവത്തില്ല ഈ വീഡിയോ. ഓക്കെ, ഇത് നമ്മുടെ ലോക്കൽ വീഡിയോ MP4 ആയതുകൊണ്ട് ഈ വീഡിയോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ബഫറിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം. ഇപ്പോൾ യൂട്യൂബിൽ നമുക്ക് ലോഡിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, പണ്ടത്തെ യൂട്യൂബൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വീഡിയോ പ്ലേ ആകും, പിന്നെ ലോഡ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നെറ്റ്വർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ആ വീഡിയോ വീണ്ടും ലോഡ് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ ഒരു വീഡിയോ ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് ഡൗൺലോഡ് ചെയ്യണം. കാരണം ഈ ഒരു വീഡിയോ 60 MB ഉണ്ടെങ്കിൽ ആ 60 MB കംപ്ലീറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് പ്ലേ ആവത്തുള്ളൂ. ഓക്കെ, സോ നെറ്റ്വർക്കിൽ നമുക്ക് ഒരിക്കലും MP3 ഫയൽ എന്ന് പറഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അതിനുവേണ്ടി നമ്മൾ വേറെ ഫോർമാറ്റാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, അത് സ്ട്രീമിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫോർമാറ്റാണ്. ഈ ഒരു വീഡിയോനെ പാക്കറ്റാക്കിയിട്ട് ചെറുതാക്കി, അതായത് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഓരോ ഫ്രെയിമായിട്ട് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഓരോ പാക്കറ്റായിട്ട്. ഈ ഒരു 60 MB വീഡിയോകളാണെങ്കിൽ 240 KB ഉള്ള ചെറിയ പാക്കറ്റായിട്ട് ബ്രേക്ക് ചെയ്തെടുത്തിട്ട് ആ ഓരോ 240 KB ഉള്ള ഡാറ്റ ഒന്ന് പ്ലേ ആയി തീരുന്നതിന് മുമ്പ് തന്നെ അടുത്ത് സെൻഡ് ചെയ്യും. എന്നിട്ട് ഇവിടെ ജോയിൻ ചെയ്ത് വെക്കും. ഓക്കെ, സോ അങ്ങനെ ജോയിൻ ചെയ്ത് വെച്ച് കഴിയുമ്പം ഇത് ബഫറിങ് എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് നെറ്റ്വർക്ക് ബാൻഡ് വിത്ത് ഒക്കെ കുറവാണെങ്കിലും യൂട്യൂബിൽ ഇങ്ങനെ ബഫർ ചെയ്ത് ഇങ്ങനെ ലോഡിങ് ഐക്കൺ വരും. ഓക്കെ, ആ സമയത്ത് അടുത്ത പാക്കറ്റ് ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ അതുവരെയുള്ള സാധനം പ്ലേ ആകും. ഓക്കെ, പക്ഷേ ഈ വീഡിയോ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇതുപോലെ പ്ലേ ആവത്തില്ല. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ പ്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ അത് ഈ MP3 ഫയൽസിൻ്റെ ഒരു MP4 ആണെങ്കിലും MP3 ആണെങ്കിലും എല്ലാത്തിൻ്റെയും ഒരു ഡ്രോബാക്സ് ആണ്. അതുകൊണ്ട് ലോക്കൽ ഫയൽസിനൊക്കെ നമുക്കിങ്ങനെ കൊടുക്കാൻ പറ്റും. ഒരിക്കലും നെറ്റ്വർക്കിൽ ഇതുപോലെ കൊടുക്കാൻ സാധിക്കത്തില്ല. ഓക്കെ, കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറ്റും. പക്ഷേ കൊടുത്തു കഴിഞ്ഞാൽ പ്ലേ ആവത്തില്ല, യൂസ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, മാത്രമല്ല ഈ ഒരു പേജ് ലോഡ് ചെയ്യണമെങ്കിൽ കുറേ സമയം എടുക്കും. ഓക്കെ, സോ ഇതാണ് കൺട്രോൾസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. ഓട്ടോ പ്ലേ ആട്രിബ്യൂട്ട് ഫയർഫോക്സിൽ സപ്പോർട്ട് ചെയ്യത്തില്ല. കൺട്രോൾസ് ഇനി നമ്മൾ കൺട്രോൾസ് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് സേവ് ചെയ്യാം. ഓക്കെ, റീഫ്രഷ് ആയിട്ടുണ്ട്. ഇവിടെ പ്ലേയും ആകുന്നില്ല. അതുപോലെ തന്നെ ജസ്റ്റ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്താലും പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നുമില്ല. ഈവൻ സ്പേസ് ബാർ യൂസ് ചെയ്താൽ പോലും പ്രത്യേകിച്ച് യൂസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കൺട്രോൾസ് ഇവിടെ കൊടുത്തിരിക്കണം. കൺട്രോൾസ് കൊടുക്കുക, സേവ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിവിടെ ബഫറിങ്ങിൻ്റെ ഒരു ലോഡിങ്ങിൻ്റെ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം ആ ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു എൻ്റർ വീഡിയോ ബ്രൗസറിൻ്റെ അകത്തേക്ക് ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ഇത് പ്ലേ ആവുകയാണ്. നമ്മളതുപോലെ തന്നെ സ്പേസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്ലേ ആവുന്നുണ്ട്, പോസ് ആവുന്നുണ്ട്. ഓക്കെ, സോ ഇതെല്ലാം കൺട്രോൾസിൽ വരുന്ന കാര്യങ്ങളാണ്. മൗസ് സെൻറ്ററിൽ എവിടെ ക്ലിക്ക് ചെയ്താലും ഈ ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫുൾ സ്ക്രീന് കാര്യങ്ങളെല്ലാം കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാം. സോ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. വീഡിയോസ് എന്ന് പറഞ്ഞാൽ വീഡിയോ അതിൻ്റെ സോഴ്സ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും സോഴ്സ്. ഓക്കെ, വീഡിയോ ടാഗ് ഉപയോഗിക്കുക. വിഡ്ത്ത് ഹൈറ്റ് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക. ഓട്ടോ പ്ലേ ഓട്ടോമാറ്റിക്കായിട്ട് ലോഡ് ആകുമ്പോൾ തന്നെ പ്ലേ ആവണമെങ്കിൽ അത് കൊടുക്കുക. ചില ബ്രൗസേഴ്സ് സപ്പോർട്ട് ചെയ്യത്തില്ല. ഇനി നിങ്ങൾക്ക് ഓഡിയോ സോഴ്സ് കൊടുക്കാനായിട്ട് A.MP4 ഫയൽ, അതായത് സെയിം ഫയൽ ഡയറക്ടറിയിലാണെങ്കിൽ ഒരു ഡോട്ട് ഇടുക, സ്ലാഷ് ഇടുക, എന്നിട്ട് ആ ഒരു ഫയൽ ചൂസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ അതിന് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്, ടൈപ്പ് കൊടുക്കണം. അതിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കൊടുക്കേണ്ടത് വീഡിയോ MP4 എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഞാൻ മറ്റൊരു ഓഡിയോ ഫയലും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓഡിയോസും ഇതേ രീതി തന്നെയാണ്, പ്രത്യേകിച്ച് ഒരു വ്യത്യാസമില്ല. ഇവിടെ ഓഡിയോ എന്ന് മാറ്റിയാൽ മതി. ഓക്കെ, ഓഡിയോ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനും കോപ്പി ചെയ്തിട്ട് ഓഡിയോ എന്ന് ഞാൻ ജസ്റ്റ് കൊടുക്കുവാണ്. ഓഡിയോസിനും ഈ ഒരു പ്രോപ്പർട്ടി സപ്പോർട്ട് ചെയ്യുന്നതാണ്. വീഡിയോ ഒന്ന് മാറ്റി ഓഡിയോ ആക്കിയാൽ മതി. ഓഡിയോ ഡോണ്ട് സപ്പോർട്ടഡ്. അതുപോലെ തന്നെ ഈ ഒരു സോഴ്സ് ഫയൽ നമ്മൾ മാറ്റണം. ഡോട്ട് ഇട്ട് സ്ലാഷ് ഇട്ടതിന് ശേഷം വേവ് ഫയൽ ചൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഓഡിയോസിന് വിഡ്ത്ത് ഹൈറ്റ് ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഓഡിയോൻ്റെ പ്ലെയറിൻ്റെ ഇത് മാത്രമേ വരത്തുള്ളൂ. നമുക്ക് വേണമെങ്കിൽ വിഡ്ത്ത് കൊടുക്കാം. ഓട്ടോ പ്ലേ വേണമെങ്കിൽ അതും കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഓഡിയോസിലെ കൺട്രോൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിവിടെ വീഡിയോ മാറ്റിയിട്ട് നമ്മൾ ഓഡിയോ എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഓഡിയോ ഇതിൻ്റെ ഫോർമാറ്റ് ഏതാണ്, വേവ് ഫോർമാറ്റാണ്, .wav. ഓക്കെ, സോ അതുകൊണ്ട് നമ്മളിവിടെ WAV എന്നാണ്, വേവ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ജസ്റ്റ് സേവ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ഓഡിയോ വന്നിട്ടുണ്ട്. ഇവിടെയും ഓട്ടോ പ്ലേ സപ്പോർട്ട് ചെയ്യത്തില്ല. ഇനി ഇവിടെ നമുക്ക് മ്യൂട്ട് ചെയ്യാനായിട്ടും കൂടെ ഒരു ഓപ്ഷൻ ഉണ്ട്. മ്യൂട്ടഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോസിലുണ്ട് ഓഡിയോസിലുണ്ട്. മ്യൂട്ടഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മ്യൂട്ടായിരിക്കും. ഓക്കെ, മ്യൂട്ടഡ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ടാണ്. ഈ ആട്രിബ്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇവിടെ മ്യൂട്ട് ഐക്കൺ ചേഞ്ച് ആയിട്ടുള്ള നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രം അൺമ്യൂട്ട് ആവും. ഓക്കെ, മ്യൂട്ടഡ് എന്ന് കൊടുത്ത് ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓഡിയോസിലും സപ്പോർട്ട് ചെയ്യും, വീഡിയോസിൽ ഈ ഒരു ആട്രിബ്യൂട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓഡിയോ ഏകദേശം പ്ലേ ഉണ്ടായിട്ടുണ്ട്. നമുക്കിതുപോലെ ഓഡിയോസ് ഇവിടെ പ്ലേ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനിവിടെ സ്പീക്കേഴ്സ് ഓൺ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഓഡിയോസ് കാണാൻ പറ്റത്തില്ല. എനിവേ ഇതുപോലെ ഓഡിയോസ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ,
സോ അത്രയേ ഉള്ളൂ ഓഡിയോ വീഡിയോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സിമ്പിളായിട്ട് ഇൻ കേസ് ഓഡിയോ സപ്പോർട്ട് ആവില്ലെങ്കിൽ ഓഡിയോ നോട്ട് സപ്പോർട്ടഡ് എന്ന് പറഞ്ഞ് ഈ ഒരു മെസ്സേജ് കാണിക്കും. റീസെൻ്റ്ലി പുതിയതായിട്ട് വന്നിട്ടുള്ള എല്ലാ ബ്രൗസേഴ്സും ഓഡിയോസ് സപ്പോർട്ട് ചെയ്യുന്ന ബ്രൗസേഴ്സാണ്. ബാക്കി നമ്മൾ ഒരുപാട് ഓൾഡ് ബ്രൗസേഴ്സ് അതായത് HTML4 റൺ ചെയ്യുന്ന ഒത്തിരി ഇപ്പോഴും വിൻഡോസ് XPയിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന പഴയ സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഇഷ്യൂസ് ഉണ്ടാവുള്ളൂ. ഇൻ കേസ് നിങ്ങളുടെ സിസ്റ്റം വിൻഡോസ് XPയിലാണെങ്കിലും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. പുതിയ വിൻഡോസ് 11 അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അത് സ്മൂത്തായിട്ട് റൺ ചെയ്യും. ഈവൻ 2GB റാമിലാണെങ്കിലും സ്മൂത്തായിട്ട് 4GB റാം ഉണ്ടെങ്കിൽ സ്മൂത്തായിട്ട് റൺ ചെയ്യും. ഓക്കെ, എനിവേ വിൻഡോസ് ലിനക്സ് ഏതെങ്കിലും ഒരു OS ഉണ്ടെങ്കിൽ നമുക്ക് ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡെല്ലാം സപ്പോർട്ട് ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ദിസ് സെക്ഷൻ. അടുത്ത സെക്ഷനിൽ നമ്മൾ CSS പഠിക്കുന്നതായിരിക്കും. അതിന് മുമ്പ് നമുക്ക് കുറച്ച് എക്സസൈസ് ഉണ്ട്, അത് അടുത്ത ലെക്ചറിൽ ഞാൻ പറയുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഫോർ ദിസ് സെക്ഷൻ. സീ യു അഗൈൻ ഇൻ കമ്മിങ് ലെക്ചേഴ്സ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.